കേരളത്തിന്റെ നമ്പർ 1 FM ലവ് FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി റീനു. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള തട്ടത്തിൻ മറയത്തിലെ അജു. ലവ് ബൈറ്റ്സിൽ എല്ലാവരോടും ഞാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. അജുവിൻ്റെ അടുത്ത് അത് തന്നെ ചോദിക്കുക. വാട്ട് ഈസ് ലവ് ഫോർ യു? വാട്ട് ഈസ് ലവ് ഫോർ മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു ആൺകുട്ടിയും പെൺകുട്ടികളുടെ കാര്യം എനിക്കറിയില്ല. ഇവൻ നിങ്ങൾക്ക് ശരിക്കും പ്രേമം ഇഷ്ടമല്ലേ? ആണല്ലേ? നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്തൂടെ ഓരോരുത്തർ പറയുന്നത്? അതിന് പല പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ഞാൻ പറയാം. ഇപ്പൊ അജു എന്റെ അടുത്ത് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞു എന്ന് വെച്ചോ, അപ്പൊ ആ സമയത്ത് ഞാൻ അജുവിന്റെ അടുത്ത് നേരെ തന്നെ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ അജു എന്ത് വിചാരിക്കും? അത് ശരി. ഒന്ന്. രണ്ട്, ഒരു പെൺകുട്ടി പെട്ടെന്ന് ഇഷ്ടം പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് പോവില്ലേ? അങ്ങനത്തെ ഈഗോസ് ഒക്കെ തോന്നും അല്ലേ? ഞാൻ പറഞ്ഞ ഇഷ്ടത്തിന് കുറച്ചും കൂടെ ബ്ലൈൻഡ് ആവാം എൻ്റെ ഒരു അഭിപ്രായം അല്ലേ. വളരെ ഫ്രണ്ട്ഷിപ്പിന് എത്രമാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ആ ഒരു അതിൻ്റെ ഒരു വേറൊരു എക്സ്ട്രീം ലെവലിൽ ഒരു അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ് ഇഷ്ടം. കാര്യം ലവ് എന്ന് പറയുന്ന ഫീലിംഗ് പൈങ്കിളി എന്നൊക്കെ പറയുന്നവർ എല്ലാവരും ജീവിതത്തിൽ ഒരു കുട്ടിയെ അല്ലെങ്കിൽ മോളേന്നോ കുട്ടാന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, ചക്കരയെന്നൊക്കെ. അപ്പൊ ഈ പൈങ്കിളി എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്നവരുടെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അത്രയ്ക്ക് പറയുന്ന പോലെ എന്താ പറയാ ഭയങ്കര റഫാണോ നിങ്ങൾ? ഒരിക്കലും അല്ല. അപ്പം തീർച്ചയായിട്ടും ഒരു സോഫ്റ്റ് സൈഡ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് നാണമാണ്. എനിക്കങ്ങനെ ഉണ്ടെന്ന് പറയാം. അത് എനിക്കില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഒരാളോടെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ക്രഷസിന്റെ കാര്യം ഞാൻ ഇഷ്ടം എന്നല്ല പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ അഡ്രസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെ. ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വീട്ടിൽ ചെല്ലേണ്ട വരത്തില്ല. ഇല്ല, അങ്ങനെ ലിസ്റ്റുകളൊന്നുമില്ല. ഞാൻ പറയുന്നൊരു കാസിനോ എന്നല്ല. ഞാൻ അജുവാണ്. സ്വീറ്റ് അജു. പാവാണ്. പാവോ? ഞാൻ പാവാണ്. ആര് പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞു പാവത്തില്ല. അത് എന്നെ അറിയാവുന്നവരും അത് പറയും പാവാന്നാ പറയാ. പ്രണയിച്ച പെൺകുട്ടി എന്താ പറഞ്ഞു? പ്രണയിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തെ പ്രണയോ? ഒറ്റ ദിവസമുള്ള ഞാൻ പ്രണയിച്ച് ഇഷ്ടം പറഞ്ഞ ഒരു ദിവസം അതോടെ തീർന്നില്ലേ? ഓ, അത് ശരിയാണല്ലോ അല്ലേ. ഓക്കെ, അജുവിന് വേണ്ടി ക്ലബ് ഫെമിലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. ദുഃഖം മാറട്ടെ. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്. ഞാനിതുവരെ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലായിട്ടില്ല. ക്ലബ് ഫെമിലെ ലവ് ബൈറ്റ്സിൽ രേണുവിൻ്റെ അടുത്ത് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അജു അത് തന്നെ പറഞ്ഞു. ഈ സീരിയസ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? സീരിയസ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഒരു റിലേഷനിൽ പോകുമ്പോൾ നമുക്ക് ആ സമയത്ത് കറങ്ങാൻ അല്ലെങ്കിൽ പറയുന്ന പോലെ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാനാണ് അല്ലേ, നമ്മുടെ ലോൺലിനെസ് കവറപ്പ് ചെയ്യാൻ. അങ്ങനെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗേൾ ഫ്രണ്ട് എന്ന നിലയിൽ ലവേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ലവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഇൻ ഡെപ്ത് പോയി അതിൽ നിന്ന് റിലേഷൻ ഉണ്ടായി, അതിൽ നിന്നൊരു അതിൻ്റെ എൻഡ് മാരേജ് ആയിരിക്കണം. പക്ഷെ ഒരുപാട് പേര് ഇപ്പോൾ പറയുന്ന പ്രണയത്തിൻ്റെ അവസാനം കല്യാണമായിരിക്കണമെന്ന് നിർബന്ധമില്ല എന്നാണ്. അത് എന്റെ കാഴ്ചപ്പാടാ ഞാൻ പറഞ്ഞു. പെൺകുട്ടിക്ക് അങ്ങനത്തെ കുഴപ്പമില്ലെങ്കിൽ എന്താ കുഴപ്പം? പക്ഷെ ആൺകുട്ടികൾ മനസ്സിലാക്കാത്തൊരു കാര്യം, എല്ലാ പെൺപിള്ളേർക്കും അവസാനം കല്യാണം കഴിക്കണം അല്ലേ? അതെ, തീർച്ചയായും. അതെ, ആദ്യം നമ്മളെല്ലാവരും പറയും നമുക്ക് കുറച്ചുനാൾ മുന്നോട്ട് പോകും. അതെന്താ അറിയോ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾക്കൊരുത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവൻ കല്യാണത്തിനെതിരാ. അപ്പോൾ അവള് പറഞ്ഞു നമുക്ക് വെറുതെ പ്രണയിക്കാം, നമുക്ക് വെറുതെ പ്രണയിച്ച് പോവാം. കുറച്ചാൾ കഴിഞ്ഞിട്ട് ഭയങ്കര ഇന്റൻസ് ലവ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവള് പറഞ്ഞു നമുക്കിനി ഇതിവിടെ നിർത്താം, കല്യാണം പറ്റില്ലല്ലോ, അപ്പൊ നമുക്ക് നിർത്താം പോവാന്ന് പറഞ്ഞു. അവനെന്തോ ചെയ്യും? ഹീസ് ഇൻ ലവ് വിത്ത് ഹർ. അപ്പൊ തന്നെ അവൻ പറഞ്ഞു നമുക്ക് കല്യാണം കഴിക്കാം. അങ്ങനെ അവളവനെ ബുദ്ധിയുള്ളവരാണല്ലേ നിങ്ങൾ. ഞങ്ങള് പെൺകുട്ടികൾക്ക് നല്ല ബുദ്ധിയാണ്. ചില സമയത്ത് അത് നിങ്ങൾക്ക് തന്നെ വിനയാവും. തീർച്ചയായും. അതെ, ഭയങ്കര ഓവർ സ്മാർട്ട് ആണെന്ന് കാണിക്കാൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇന്റലിജന്റ് ആണ് കാണിക്കാൻ നോക്കിയിട്ട് നിങ്ങൾ തന്നെ മണ്ടികളാവും. ഓഹോ, പെൺകുട്ടികളെ പൊതുവായിട്ട് കുറ്റം പറയുന്നു. ഇനി ലവ് ബൈറ്റ്സിൽ ഒരു നിമിഷം പോലും അജുവിനെ ഇരുത്തണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ പാട്ടുകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ ആ ഡിസിഷൻ എടുക്കും. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. പെൺകുട്ടികളെ എന്തിനാ അടച്ചാക്ഷേപിച്ചേ എന്ന് ചോദിച്ചപ്പോൾ അജുവിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ക്ലബ് ഫെമിലെ ലവ് ബൈറ്റ്സ് അജു അതൊന്നുകൂടി ഇപ്പൊ പറയുവേ. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിലെ ഫ്രണ്ട്സ് പറഞ്ഞറിഞ്ഞതാ, റെസ്യൂമേ ഉണ്ടായിരുന്നു, ലവ് റെസ്യൂമേസ്. അതായത് ഞാൻ ഇന്ന ആളാണ്, ഇന്ന അച്ഛൻ ഇതാണ്, ഇന്ന ജോലി ഇത്ര, ഇൻവെസ്റ്റ്മെന്റ് ഇത്രയാണ്, എന്നെ പ്രണയിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടായിരുന്നു. തമാശയല്ല, ഒരു റേഡിയോയിലെ ഒരു ഇന്റർവ്യൂ സെഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചാറ്റ് സെഷന് പറയുന്നതല്ല, ഉണ്ടായിരുന്നു. അതൊക്കെ എന്താ പറയാ, ഒട്ടുമേ ഓർഗാനിക് അല്ലല്ലേ അത്. പ്രണയം തീർച്ചയായിട്ടും ഓർഗാനിക് ആയിരിക്കണം. പക്ഷെ അങ്ങനെ വരുന്നതിന് പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. കുറെ പേർക്ക് പറ്റിപ്പ് പറ്റുമ്പോൾ
അവർ മനസ്സിലാക്കും. എന്നാ പിന്നെ എന്തിനാ നിർബന്ധം പ്രണയിക്കണമെന്ന് അച്ഛനും അമ്മയും ആലോചിക്കുമ്പോൾ അറേഞ്ച് മാരേജിന് പോയാൽ പോരെ? അതിനുള്ള ധൈര്യമല്ല. ഏതെങ്കിലും ഒരെണ്ണം പറയണം. കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല, ഉത്തരത്തിലുള്ള വേണം. ഏതെങ്കിലും ഒരെണ്ണം നടക്കുള്ളൂ. പേടിയുള്ളവർ അച്ഛനും അമ്മയും കണ്ടുപിടിക്കുന്ന ആളെ പിന്നെ ഇഷ്ടപ്പെടാ പ്രണയിക്കുക. പ്രണയിക്കാൻ തീരുമാനിച്ചാൽ അതിൽ പൂർണ്ണമായി അത് ഓർഗാനിക് ആയിരിക്കണം. അത് കാര്യം ചില കാര്യങ്ങളെ നമുക്ക് അങ്ങനെ ഉള്ളൂ. എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ മെയ്ഡപ്പ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എന്താ പറയുക ലാസ്റ്റ് മിനിറ്റിൽ ഒപ്പിക്കുന്ന ഓണത്തിന് ഇപ്പം എല്ലാം കിട്ടുന്ന പോലെ അതെ. For you're a genuine person.